അതറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല അവർ നിങ്ങളെ സ്വീകരിക്കുന്നത്. 10 വർഷം അവരുടെ മോളെ നിങ്ങൾ തടങ്കൽ വെച്ചിരിക്കുകയായിരുന്നെന്ന് അവരറിഞ്ഞാലുണ്ടല്ലോ, അടുത്ത നിമിഷം അമ്മ അവിടെ എത്തും. ചിപ്പിയുടെ അമ്മ ഇപ്പൊ വന്നു. ഇത്ര പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നോ? വന്നു കയറിയത് ഞാൻ അറിഞ്ഞു പോലുമില്ല. ഞാനൊരു ഫയൽ എടുക്കാൻ മറന്നു, അതെടുക്കാൻ വേണ്ടി തിരിച്ചു വന്നതാ. വളരെ പ്രധാനപ്പെട്ട ഫയലായിരിക്കും അല്ലേ? അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ ഫയലാ. മുന്നോട്ടുള്ള എന്റെ ജീവിതം പോലും ഈ കേസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ കേസിൽ അവന്തികയുടെ ഭാഗത്ത് തന്നെയായിരിക്കും ന്യായം അല്ലേ? അതെ, ന്യായം എന്റെ ഭാഗത്ത് തന്നെയാ. എന്റെ അച്ഛനെ ചതിച്ചവരോട് ഞാൻ കണക്ക് ചോദിച്ചു. അച്ഛനെ ചതിച്ച് വാങ്ങിയതൊക്കെ ഞാൻ തിരികെ വാങ്ങി. അതിന്റെ പേരിലെ യുദ്ധം. ന്യായമുള്ളിടത്തേ വിജയം ഉണ്ടാവും, അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ വരാറുള്ളൂ. ഈ കേസിലും ന്യായം ജയിക്കും. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കാട്ടോ. ശരിക്കും ഞാൻ ഈ കേസ് ജയിക്കാൻ നീ തന്നെയാ പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നിന്റെ പ്രാർത്ഥന തന്നെയാ എനിക്ക് വേണ്ടത്. അവന്തികെ, എൻ്റെ സച്ചേട്ടൻ്റെ വിജയത്തിനു വേണ്ടി ഞാൻ എല്ലാ ഈശ്വരന്മാരോടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കേസിൽ നീ തോറ്റ് തുന്നം പാടും. അവന്തിക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? വേണ്ട, ഞാൻ ഇറങ്ങാ. എന്നാ പിന്നെ സമൃദ്ധ കുട്ടികളുടെ കൂടെ ഇരിക്കെ. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ വരാം. ഞാൻ വന്നിട്ടല്ലേ ഇറങ്ങൂ. അവന്തിക പെട്ടെന്ന് വരികയാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഗൂഗിൾ വരാൻ നേരമാകുമ്പോൾ ഞാൻ ഇറങ്ങും. ഞാൻ പെട്ടെന്ന് വരാം. ശരി. നീ ആ ഫയലും കൊണ്ട് എവിടെ പോയാലും ഈ കേസ് നീ ജയിക്കാൻ പോകുന്നില്ലടി. അതിലുള്ള മുഴുവൻ രേഖകളും ഇപ്പം എൻ്റെ ഫോണിലുണ്ട്. അത് വെച്ച് നിന്നെ തോൽപ്പിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. നീ ചതിച്ചു വാങ്ങിയ സ്വത്ത് മുഴുവൻ നിന്റെ കയ്യിൽ നിന്ന് എൻ്റെ സച്ചേട്ടനെ ഞാൻ തിരിച്ചു വാങ്ങി കൊടുത്തിരിക്കും. അയ്യോ, ഗോകുൽ സാറ്. ഗോകുൽ സാറ്, ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. അമ്മ, എനിക്ക് സച്ചി ഒന്ന് കാണണം. ആളിവിടെ ഇല്ലേ? ഉണ്ട് സാറേ, ഞാനിപ്പോ വിളിക്കാം. മോനെ സച്ചി, സച്ചി, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. അയ്യോ സാറിരിക്കേ. സാറിന് കുടിക്കാൻ എന്താ വേണ്ടത്? ഞാനൊരു ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റത്തില്ല. സാർ ഇവിടം വരെ വന്നിട്ടേ ഒരു കപ്പ് ചായ പോലും കുടിക്കാതെ പോയാ അത് ഞങ്ങൾക്കൊരു വിഷമാവത്തില്ലേ? സാറേ, സമൃദ്ധമാണ് സുഖമായിരിക്കുന്നില്ല അല്ലേ? മോക്ക് സുഖമില്ലാന്നും എന്തോ ട്രീറ്റ്മെന്റിന് പോകുന്നു ഒക്കെ ഇടയ്ക്ക് ശോഭന വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. നിങ്ങൾ തമ്മിൽ ഫോണിലിടയ്ക്ക് വിളിക്കാറുണ്ടോ? പിന്നല്ലാതെ. ഈ നാട്ടിൽ വന്നിട്ട് ശോഭന ആദ്യം പരിചയപ്പെടുന്നത് എന്നെയാ, അന്ന് അമ്പലത്തിൽ വെച്ച്. പക്ഷെ സമൃദ്ധമോൾ ഇതുവരെയായിട്ട് കാണാൻ പറ്റിയില്ല. സമൃദ്ധമൊക്കെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? അസുഖമൊക്കെ ഭേദമായില്ലേ? ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്.
ഉടനെ ഭേദമാവും. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വരുമ്പോഴേക്കും ഞാൻ വരുന്നുണ്ട് മോളെ ഒന്ന് കാണാൻ. ഇതുവരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ആ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കാം. അവര് ചോദിച്ചത് സ്വന്തം മകളെ കുറിച്ചാണെന്ന് ഇപ്പോഴും അവർക്കറിയില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല അവര് നിങ്ങളെ സ്വീകരിക്കുന്നത്. 10 വർഷം അവരുടെ മോളെ നിങ്ങൾ തടങ്കൽ വെച്ചിരിക്കുകയായിരുന്നെന്ന് അവരറിഞ്ഞാലുണ്ടല്ലോ, അടുത്ത നിമിഷം അമ്മ അവിടെ എത്തും. ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലോ സച്ചി, അതൊക്കെ സംഭവിച്ചു പോയതല്ലേ. പക്ഷേ അതൊക്കെ തിരുത്താൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങളത് ചെയ്തില്ല. സച്ചി, സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നോട് ഞാൻ തുറന്നു പറഞ്ഞതാ. ഇപ്പോഴത്തെ ഈ സാഹചര്യവും തന്നെ ഞാൻ ബോധ്യപ്പെടുത്തിയതാ. പിന്നെ എന്തിനാ ഈ വരവ്? ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചയ്ക്കൊന്നും എനിക്ക് താല്പര്യമില്ല. പറഞ്ഞ വാക്ക് പാലിച്ചാൽ മതി. സച്ചി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം? സഹതാപോ കുറ്റബോധമോ ആണെങ്കിൽ അത് വേണ്ട. സച്ചി ഇപ്പോഴെന്നെ കാണുന്നത് സ്വന്തം ജീവിതം തകർത്ത ആളായിട്ടാണെന്ന് എനിക്കറിയാം. മനഃപൂർവ്വം അല്ലെങ്കിലും ഞാനും അതിലൊരു കാരണക്കാരനാണെന്ന കാര്യവും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് സച്ചി ഒന്ന് കേൾക്കണം. നമുക്ക് പുറത്തിറങ്ങി സംസാരിച്ചാലോ? പ്ലീസ്. അമ്മേ, ആ ഗോകുൽ സാർ എന്തിനാ വന്നേ? സച്ചിയെ കാണാൻ. സച്ചിനെ കാണാനോ? ഒരു ഡ്രൈവറായ സച്ചിനെ കാണാൻ ഗോകുൽ സാർ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഫോണിൽ വിളിച്ചൊന്ന് കാണുമെന്ന് പറഞ്ഞാ പോരെ? എടീ, അവര് തമ്മിലേ വെറും ഡ്രൈവറും വക്കീലും പോലെയല്ല, നല്ല കൂട്ടുകാരാ അവര്. അവനെക്കൊണ്ട് ഗോകുൽ സാറിന് എന്തെങ്കിലും അത്യാവശ്യം കാണും. ആഹടി, ആ ടിന്നെ കുറച്ച് മിച്ചർ കാണും, അതെടുത്ത് പാത്രത്തിലോട്ട് എടുത്തിട്ട് ഈ ചായ മാത്രമായിട്ട് എങ്ങനെ കൊടുക്കുന്നത്?